മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയിലെ 8ാമത്തെ മൂവി ആയിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് മിഷൻ ഇമ്പോസിബിൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു മൂവി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സാധാരണ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവി അല്ലെങ്കിൽ ഒരു പക്ഷേ ജസ്റ്റ് ഒരു ആവറേജ് മൂവി എക്സ്പീരിയൻസ് മാത്രമായിരിക്കും ഈ ഒരു സിനിമ സമ്മാനിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു സിനിമ കാണുക, എന്നാലാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സിനിമയിലോട്ട് കണക്ട് ആവുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ ഒരു ക്രൂസിഫൈഡ് ഫോമിലുള്ള ഒരു കീ കണ്ടെത്താനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഒരു ഡിവൈസും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പോയിസൺ പില്ല് കണ്ടെത്താനുള്ള ശ്രമങ്ങളും ലോകം മൊത്തം നശിപ്പിക്കാൻ കെൽപ്പുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള എൻറ്റിറ്റിയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഈ ഒരു സിനിമ മറ്റ് മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് മാത്രമുള്ള ആക്ഷൻ സീക്വൻസുകളോ ചേസ് സീക്വൻസുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിഷൻ ഇമ്പോസിബിൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ നല്ല രീതിയിൽ ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് സിനിമ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓൾസോ മിഷൻ ഇമ്പോസിബിളിന്റെ ആ ഒരു തീം മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴുള്ള ആ ഒരു മൊമെന്റ് ഒക്കെ ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു. സോ മിഷൻ ഇമ്പോസിബിളിന്റെ എല്ലാ മൂവീസും ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി ആയിട്ടാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.